ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇഷ്ടവിഭവങ്ങളിൽ ഒന്നാണ് കുറുക്കുകാളൻ. കുറുക്കുകാളൻ ഇല്ലാതെ സദ്യ പൂർണ്ണമാകില്ല. സദ്യകളിലെ കുറുക്കുകാളൻ വീട്ടിൽ ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമാണ്. നേരിയ എരിവും പുളിപ്പും ഒക്കെയുള്ള കാളൻ വളരെ രുചികരമായ ഒരു വിഭവമാണ്. ചേന, കായ എല്ലാം ഉപയോഗിച്ച് നമുക്ക് കുറുക്കുകാളൻ ഉണ്ടാക്കാവുന്നതാണ്. ഓണത്തിനും വിഷുവിനുമൊക്കെ ഈ കുറുക്കുകാളൻ പ്രധാന വിഭവം കൂടിയാണ്. കൂടുതൽ ദിവസം കേടാകാതെ ഇരിക്കും എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ഈ കുറുക്കുകാളൻ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു മൺചട്ടിയിലേക്ക് ചേന ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അളവിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ചേർക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചേന പകുതി വേവിച്ചെടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് അളവിൽ ചിരകിയ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ നല്ല ജീരകം, 4 പച്ചമുളക്, എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കാന്താരിയും ചേർക്കാവുന്നതാണ്. പിന്നെ 4 ടേബിൾ സ്പൂൺ തൈരും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഒട്ടും വെള്ളമില്ലാതെ തന്നെ നല്ല സ്മൂത്തായി അരച്ചെടുക്കാം. അങ്ങനെ ഇവിടെ ചേന പകുതി വേവ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അളവിൽ തന്നെയാണ് കായ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, പിന്നെ 2 തണ്ട് കറിവേപ്പിലയും 1 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്ത് വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ ഇവിടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വെള്ളം വറ്റിയിട്ടുണ്ട്. ഈ പരുവമായാൽ ഇതിലേക്ക് 2 കപ്പ് അളവിൽ തൈര് നന്നായി അടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇത് നന്നായി വറ്റി വരണം, അതാണ് ഇതിൻ്റെ പരുവം. അപ്പോൾ നമുക്ക് തുടരെ ഇളക്കി കൊടുക്കുകയും വേണം. അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാനും അതുപോലെ അടി പിടിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അരപ്പ് പൂർണ്ണമായും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റ് വരെ മൂടി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ഈ അരപ്പിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ പച്ചമണം എല്ലാം മാറി നല്ല കുറുക്ക് പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയും നെയ്യും ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം ഇതിൽ 2-3 നുള്ളു ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും 2 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഈ ചേരുവകളെല്ലാം ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 2 നുള്ളു ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറുക്കുകാളനിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിച്ചത് ചേർത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വരെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതെല്ലാം സെറ്റായി കിട്ടും, അതുപോലെ നല്ല സ്വാദ് കിട്ടുകയും ചെയ്യും. അതിനുശേഷം മൂടി തുറന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സദ്യയിലെ കുറുക്കുകാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.